ഇപ്പോൾ അന്തരിച്ച സംഗീത സംവിധായകൻ രാഘവൻ മാസ്റ്ററുടെ മൃതദേഹം തലശ്ശേരിയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിനീഷ് തത്സമയം ചേരുന്നു. റിനീഷ്, വിശദാംശങ്ങൾ എന്താണ്? മൃതദേഹം വീട്ടിലെത്തിച്ചു, എങ്ങനെയാണ് തുടർ നടപടികൾ, പൊതുദർശനത്തിന് ഉള്ള തീരുമാനങ്ങൾ ഒക്കെ എങ്ങനെയാണ്? വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ നിന്നുള്ള സാംസ്കാരിക രംഗത്തെ, സാമൂഹ്യ രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ രാഘവൻ മാസ്റ്റർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ BMB സ്കൂളിൽ, തലശ്ശേരി BMB സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മാക്കൂട്ടത്തെ ശ്മശാനത്തിൽ രാഘവൻ മാസ്റ്ററുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ശരത്, അവിടേക്ക് നേതാക്കൾ എത്തുന്നുണ്ടോ? ജനപ്രതിനിധികൾ എത്തുന്നുണ്ടോ? കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എത്തുന്നുണ്ടോ? പൊതുസ്ഥിതിയും അവസ്ഥയും എന്താണ് വീട്ടിൽ നിന്നും? ശരത്, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഡോക്ടർ MK മുനീർ, അതേപോലെ KP മോഹനൻ തുടങ്ങിയ മന്ത്രിമാർ നേരത്തെ തന്നെ രാവിലെ തന്നെ എത്തിയിരുന്നു. P ജയരാജൻ, CN ചന്ദ്രൻ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും ഒട്ടേറെ രാഷ്ട്രീയ പ്രവർത്തകരും അതേപോലെ നഗരസഭ ചെയർപേഴ്സൺ ഇവിടെ തന്നെയുണ്ട്. തലശ്ശേരി നഗരസഭ രാഘവൻ മാസ്റ്ററിൻ്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് വിപുലമായ ഒരു പരിപാടി 99ാമത്തെ വയസ്സിലും സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ച് ചുറുചുറുക്കോടെ, പ്രസരിപ്പോടെ, ഒരു യൗവനത്തിൻ്റെ പ്രസരിപ്പോടെ സംഗീത രംഗത്ത് നിറഞ്ഞു നിന്ന രാഘവൻ മാസ്റ്ററിന് ഒരു ആദരവ് നൽകാൻ വേണ്ടി തലശ്ശേരി നഗരസഭ ഒരുങ്ങുകയായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ച വരെ വളരെ സജീവമായി രാഘവൻ മാസ്റ്റർ സംഗീതത്തെ പറ്റിയും നാട്ടിലെയും അതേപോലെ സുഹൃത്തുക്കളോടുമെല്ലാം തന്നെ സംസാരിക്കുകയും ആ ഒരു സൗഹൃദം പങ്കുവയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസരിപ്പോടെ തന്നെ നിൽക്കുകയുമായിരുന്നു. ഒരു ആഴ്ചക്കിടയിലാണ് അസുഖം ബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ 4:20 രാഘവൻ മാസ്റ്റർ അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നാടിൻ്റെയും നമ്മുടെ വടക്കൻ സാഹിത്യത്തിൻ്റെയും വടക്കൻ പാട്ടിൻ്റെയും നാടോടി ശീലുകളുടെയും എല്ലാം ചുവട് പിടിച്ചുകൊണ്ടുള്ള പാട്ടുകൾ ശ്രദ്ധേയമാക്കി. ആ ഒരു സ്നേഹവും ആ ഒരു ഹൃദയ സ്പർശകത്വമുള്ള പാട്ടിൻ്റെ ഒരു ഗൃഹാതുരതയും ആണ് ഇവിടെ വരുന്ന എല്ലാ സംഗീത സ്നേഹികളും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ തലശ്ശേരിയിലുള്ള വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സ്വന്തം നാട്ടുകാർ എത്തിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം നാട്ടുകാർക്ക് രാഘവൻ മാസ്റ്ററെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? അദ്ദേഹത്തിൻ്റെ സംഗീതത്തെക്കുറിച്ച്, അദ്ദേഹം ഇടപഴകി ജീവിച്ച ആ ചുറ്റുവട്ടത്തുള്ളവർ, അവരുടെ ഒരു ഓർമ്മകൾ എങ്ങനെയാണ് മാസ്റ്ററെ കുറിച്ച് പങ്കുവച്ചത്? സ്വന്തം നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് രാഘവൻ മാസ്റ്ററുടെ ഒരു പ്രത്യേകത മലബാറിൽ നിന്നും വടക്കേ മലബാറിൻ്റെ ഒരു നാടോടി ശീലുകളെ, അല്ലെങ്കിൽ വടക്കേ മലബാറിൻ്റെ ഒരു നാടിൻ്റെ ഒരു സംസ്കാരത്തെ, ഈണത്തെ ലോകത്തിന് മുമ്പാകെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു അനുഭവമാണ് രാഘവൻ മാസ്റ്ററുടെ ഗാനങ്ങളിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളെ, അദ്ദേഹം ജീവിതത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമ്മോടിപ്പം നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. രാഘവൻ മാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ മലയാളത്തിൻ്റെ കവിയാണ്, ഗായകനാണ്, എല്ലാമായ രാഘവൻ മാഷ് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ വിദ്യാരംഭമായെന്ന് ഈ പ്രദേശത്തെ എല്ലാ സംഗീത സ്കൂളിലെയും മറ്റും വിദ്യാർത്ഥികളുടെ അവരുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ആസ്പത്രിയിൽ അസുഖമായി കിടക്കുന്ന രാഘവൻ മാഷ് ഏറ്റുപോയി എന്നുള്ള കാരണത്താൽ കാലത്ത് ഡിസ്ചാർജായി വീട്ടിൽ വന്ന് മുഴുവൻ വിദ്യാർത്ഥികളെയും 6 മണിവരെ വിദ്യാർത്ഥികളെ ആശീർവദിച്ച് പിറ്റേ ദിവസം വീണ്ടും ആസ്പത്രിയിൽ അഡ്മിറ്റ് ആവുകയാണ് ഉണ്ടായത്. പുലർച്ചെ 4:30 മണിയോടുകൂടി രാഘവൻ മാഷ് നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. രാഘവൻ മാഷ് ദേഹവിയോഗം സംഗീത ലോകത്തിന് ഏറ്റവും വലിയ നഷ്ടമാണെന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ എനിക്കുള്ള ദുഃഖവും അഗാധമായ ദുഃഖവും മറ്റും രേഖപ്പെടുത്തിക്കൊണ്ട് വിടണം. ശരത്
അവരുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ ആർദ്രതയും അദ്ദേഹത്തിൻ്റെ ജീവിതകാല അവസാനത്തിലും അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ച കാൽപ്പനികതയും സൗഹൃദവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മാസ്മരികമായ ആ ഒരു കഴിവുമെല്ലാം നാട്ടുകാരുടെ വാക്കുകളിൽ തന്നെ പ്രകടമാണ് ശരത്.